താങ്കളിപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച്, കാരണം റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരുപക്ഷെ സാധാരണക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതേസമയം അവരുടെ ഭവന വായ്പ അല്ലെങ്കിൽ വാഹന വായ്പ എന്ന് പറയുമ്പോഴേക്കും കറക്റ്റായിട്ട് അവർക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഒരു ട്രാൻസ്മിഷൻ റേറ്റ് ആ ഒരു പീരീഡിനുള്ളിൽ തന്നെ ഈ ഒരു പലിശ ഇളവ് സാധാരണക്കാരിലേക്കും എത്തിക്കുമെന്നാണ്. പക്ഷേ പലപ്പോഴും ഇപ്പോൾ ഞാൻ തന്നെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കുകളിൽ ചെല്ലുമ്പോഴേക്കും അതായത് ഈ നിലവിലത്തെ ഒരു വായ്പകൾ നൽകുന്നതിൻ്റെ ടേം വർദ്ധിപ്പിക്കുക, ടേം കുറയ്ക്കുക, അതായത് നിലവിലെ പലിശ നിരക്ക് നൽകിക്കൊണ്ട് ടേം കുറയ്ക്കുക എന്നൊരു കസ്റ്റമിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ശരിക്കും സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് അവർക്കൊരു ചോയ്സ് ഉണ്ടോ? അതായത് എടുക്കുന്ന വായ്പയുടെ ടേം നിലനിർത്തിക്കൊണ്ട് കുറഞ്ഞ പലിശ നിരക്കിൽ തന്നെ പലിശ അടച്ചു പോകാനുള്ള ഒരു ചോയ്സ് സാധാരണ നിക്ഷേപകർക്കുണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ നിക്ഷേപകർക്കുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു തീരുമാനം ഇടപാടുകാർക്ക് കൊടുക്കണമെന്നാണ്. ഇപ്പൊ ഭവന വായ്പ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു 25 ലക്ഷം രൂപയുടെ ഭവന വായ്പയാണ് 25 വർഷത്തേക്ക് എടുത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ തവണ തുകയിൽ 1650 രൂപയുടെ കുറവ് വരും. ഇപ്പോൾ ഇദ്ദേഹം നേരത്തെ അടച്ചിരിക്കുന്ന തുക തന്നെ അടഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ കാലാവധി കുറച്ചു തരണം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇപ്പൊ നിലവിലുള്ള തവണ അടച്ചു തന്നെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാലാവധിക്ക് മുൻപ് തന്നെ 1 വർഷമോ 2 വർഷമോ മുൻപ് തന്നെ ഈ ലോൺ അടഞ്ഞു തീരും. കാരണം അദ്ദേഹം അടയ്ക്കുന്നത് തവണ തുകയേക്കാൾ കൂടിയൊരു തുകയാണ്. ഇപ്പോഴത്തെ രീതിയിലുള്ള ഡിമാൻഡ് ചെയ്യുന്ന തവണ തുകയേക്കാൾ കൂടിയ തുകയാണ് ഇത് ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ തുടർന്ന് അടയ്ക്കാൻ തടസ്സമൊന്നുമില്ല. അത് ഇടപാടുകാരന്റെ ഒരു ഇഷ്ടമാണ്. പക്ഷേ ഈ കുറഞ്ഞ തവണ തുക കൊടുക്കണം എന്നുള്ളത് ബാങ്കുകൾക്ക് നിർബന്ധമാണ്. അതായത് ഒരാൾ എനിക്ക് വേണ്ട എന്ന് പറയത്തത്തോളം കാലം ഈ കുറഞ്ഞ തവണ തുകയിലുള്ള ഈ കുറവ് ആൾക്ക് കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഈ തീരുമാനം എടുക്കുന്നത്. അങ്ങനെ കുറഞ്ഞ തവണ തുക കുറയുമ്പോൾ കൂടുതൽ ഫണ്ട് ഇടപാടുകാരുടെ കയ്യിൽ വരുന്നു. അദ്ദേഹം അത് മറ്റു രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. കൺസംഷൻ പർപ്പസിനാവാം, മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിനാവാം, സേവിങ്സിനാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ മറ്റെന്തെങ്കിലും റിക്വയർമെന്റിനാവാം. ഇതെല്ലാം ഇക്കണോമിയിലുള്ള ആക്ടിവിറ്റീസ് വർദ്ധിപ്പിക്കാൻ, പണത്തിന്റെ ലഭ്യത കൂട്ടുകയും ഇക്കണോമി ആക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ കൂടെ സഹായിക്കുന്ന രീതിയിലാണ് അത്തരം തീരുമാനങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര ഗവൺമെന്റിലും എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതാണ് പ്രാഥമികമായിട്ട് ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്യൂട്ടിയാണ്, മാൻഡേറ്ററി ആയിട്ടുള്ള ഡ്യൂട്ടിയാണ്, റെഗുലേറ്ററി ഡ്യൂട്ടിയാണ് ഇത് ഈ കുറവ് വരുന്ന തവണ തുക കുറച്ച് കൊടുക്കണം എന്നുള്ളത് തന്നെ. അത് വേണ്ട എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് വേണ്ടെന്ന് പറയാം. പക്ഷേ അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് നേരത്തെ അടച്ചിരിക്കുന്ന തവണ തുക തന്നെയാണ് അടഞ്ഞു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും 1 വർഷമോ 2 വർഷമോ അതിന്റെ കാലാവധിയുടെ രീതി അനുസരിച്ചും അടയ്ക്കുന്ന തുകയുടെ രീതി അനുസരിച്ചും നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന കാലാവധിക്ക് മുൻപ് തന്നെ ഈ ലോൺ അടഞ്ഞു തീരും. പിന്നെ ഈ കാലാവധി നീട്ടണം എന്ന് പറയുന്ന ഒരു സാഹചര്യം സാധാരണ രീതിയിൽ പലിശ വർദ്ധിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. പലിശ വർദ്ധിപ്പിക്കുമ്പോൾ തവണ തുക വർദ്ധിക്കും. 1000 രൂപയുള്ള തവണ തുക 1100 രൂപയായി വർദ്ധിക്കുകയാണെങ്കിൽ 1100 രൂപ എനിക്ക് അടയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ 1000 രൂപ തന്നെ അടയ്ക്കുള്ളൂ, എനിക്ക് 1 വർഷത്തേക്കും കൂടെ നീട്ടിത്തരണം, അല്ലെങ്കിൽ 2 വർഷത്തേക്കും കൂടെ നീട്ടിത്തരണം, ഈ തുക തന്നെ അടച്ചാൽ മതി എന്നുള്ള രീതിയിലുള്ള തീരുമാനം ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ഇടപാടുകാർ ബാങ്കിൽ ആവശ്യപ്പെടേണ്ടത്, എനിക്ക് എന്റെ കാലാവധി നീട്ടിത്തരണമെന്ന്. തവണ കുറയുന്ന സാഹചര്യത്തിൽ നാച്ചുറലി അതിന്റെ കാലാവധി കുറഞ്ഞു വരും, നമ്മൾ ആ തവണ തന്നെ അടയ്ക്കുകയാണെങ്കിൽ, ആ തവണ തുക തന്നെ അടയ്ക്കുകയാണെങ്കിൽ. അല്ല നമ്മൾ തവണ തുക കുറച്ചാണ് അടയ്ക്കുന്നതെങ്കിൽ പിന്നെ കാലാവധി കുറയില്ല. കാരണം അതനുസരിച്ചാണ് EMI അഡ്ജസ്റ്റ്മെന്റ്, ഒരു റീ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത്. റീഷെഡ്യൂളിംഗ് എന്നാണ് ബാങ്കുകൾ പറയുന്നത്. അതനുസരിച്ച് EMI റീഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണ്.